ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 9-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നതൊരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമസ്, തുയഥൈര, സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ് തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഈ വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കാനായിട്ട് തുടങ്ങിയത്. ഈ വാക്യങ്ങൾ പരിശോധിച്ചു തുടങ്ങിയപ്പോൾ നാം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരട്ടെ. അവിടെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, യോഹന്നാൻ ദർശനങ്ങൾ കണ്ട് തുടങ്ങുന്നു, വെളിപ്പാടുകൾ കണ്ട് തുടങ്ങുന്നു, വെളിപ്പാടിലേക്ക് യോഹന്നാൻ വരുന്നു. അപ്പോൾ യോഹന്നാൻ കേട്ട കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ വായിച്ചു കേട്ടത്. യോഹന്നാൻ കേട്ടത് ഓർക്കുന്നുണ്ടെങ്കിൽ, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്ക് അയക്കുക എന്നാണ് ഒരു കൽപ്പനയായിട്ട് താൻ കേട്ടത്. അത് താൻ ആത്മാവിൽ കേൾക്കുകയും ആത്മാവിൽ അനുസരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. തന്നോട് സംസാരിച്ച നാദം ആരുടേത്, എന്ത് എന്ന് കാണാനായിട്ട് തിരിഞ്ഞപ്പോൾ തേജസ്കരിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദർശനമാണ് തനിക്കുണ്ടായത് എന്ന് നാം കാണുകയുണ്ടായി. ആ കണ്ട യേശുവിൻ്റെ ചില ഫീച്ചേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിശോധിച്ചു. യേശുവിൻ്റെ വസ്ത്രം ശ്രദ്ധിച്ചാൽ, വസ്ത്രം സൂചിപ്പിക്കുന്നത് താൻ ന്യായം വിധിക്കുന്നതിനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ജഡ്ജ് കിങ്, ഒരു രാജാവാണ്, അതേസമയം ഒരു ന്യായാധിപതിയാണ് എന്നുള്ള കാര്യമാണ്. അവൻ മനുഷ്യപുത്രനോട് സദൃശനായവനായിരുന്നു. ചില ഫീച്ചേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്, അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ള, അതവൻ്റെ മാറ്റമില്ലാത്ത നിത്യ സ്വഭാവത്തെ കാണിക്കുന്നു എന്ന് നാം പറഞ്ഞു. അവൻ വയോധികനായിരുന്നു എന്ന് ഡാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തത്, എല്ലാം കാണാനുള്ള അവൻ്റെ കഴിവിനെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് നാം പഠിച്ചു. അതുപോലെ തന്നെ അവൻ്റെ കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം, അത് ന്യായവിധിയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. 15-ാം വാക്യത്തിൽ എത്തിയപ്പോൾ അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ശബ്ദം ആധികാരികതയുടെ ശബ്ദമാണ്. അവന് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നതിനും മരിച്ചവരെ വിളിച്ച് ജീവിപ്പിക്കുന്നതിനും എല്ലാം കഴിവുള്ള വലിയൊരു ശബ്ദം. പിതാവായ ദൈവത്തിൻ്റെ അന്തിമ വാക്ക് പുത്രൻ്റേതാണ്. ഇബ്രായലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിച്ചു, അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രം ഉണ്ട്. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം നേരത്തെ വായിച്ചു കേട്ടതുപോലെ 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. മെസ്സഞ്ചേഴ്സ് ഓർ പാസ്റ്റേഴ്സ് ഓഫ് ദി 7 ചർച്ചസ്. 7 സഭകൾക്കാണ് ദൂതുകൾ എഴുതുന്നത്. ആ 7 സഭകളുടെ ദൂതന്മാരും കർത്താവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ദൈവം തൻ്റെ ദാസന്മാരെ നിയന്ത്രിക്കുകയും അവർ പ്രകാശിക്കേണ്ട സ്ഥലത്ത് അവരെ പ്രകാശിക്കേണ്ടതിനായിട്ട് ആക്കുകയും ചെയ്യുന്നു എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഡാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ,
ഡാനിയേൽ 12:3 വായിക്കുമ്പോൾ, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. മാത്രമല്ല, ഈ പ്രപഞ്ചവും നക്ഷത്രജാലവും എല്ലാം തന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഹി കൺട്രോൾസ് ദ യൂണിവേഴ്സ്, ദ സോളാർ സിസ്റ്റം ആൻഡ് എവ്രിതിങ് അണ്ടർ ദ സൺ. മാത്രമല്ല, ദൈവസഭകൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൂതന്മാരെ, മെസ്സഞ്ചേഴ്സിനെയും അവൻ തന്നെ നിയന്ത്രിക്കുന്നു എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമാണ്. വീണ്ടും 16-ാം വാക്യം പറയുകയാണ്, അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. ഇത് തീർച്ചയായിട്ടും വ്യാഖ്യാനിക്കാതെ തന്നെ വളരെ വ്യക്തമാണ്. ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെയാണ് ഈ മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ സൂചിപ്പിക്കുന്നത്. എബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു എന്ന് നാം വായിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ സർവായുധ വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ, ദൈവവചനത്താലാണ് താൻ തന്റെ ശത്രുക്കളോട് പോരാടുന്നത്. യേശുക്രിസ്തു ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ പിശാച് തന്നെ പ്രലോഭിപ്പിക്കേണ്ടതിനായിട്ട് അടുത്തു വന്നപ്പോൾ താൻ വചനം ഉദ്ധരിച്ചാണ് പിശാചിനെ ജയിച്ചത്. ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന ഓരോ വചനവും തനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞ കാര്യം നാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 16-ാം വാക്യം നാം വായിക്കുമ്പോൾ, പെർഗമാസിലെ സഭയുടെ ദൂതനെ എഴുതുമ്പോൾ കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നതും ശ്രദ്ധേയമാണ്. ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. പെർഗമാസിലെ സഭയുടെ ദൂതനോട് പറയുകയാണ്, ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവനോട് പോരാടും. വീണ്ടും വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ ഇതിവൃത്തം കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള മടങ്ങിവരവാണെന്നും ആ അധ്യായം വായിക്കണമെന്നും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു. അതിന്റെ 15-ാം വാക്യത്തിൽ അവന്റെ വായിൽ നിന്നും മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. വെളിപ്പാട് 19:15 അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. 19-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തില് കുതിരപ്പുറത്ത് ഇരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട്, വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ ദൈവവചനം എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് വെളിപ്പെട്ട് വന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ പുറപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ്. 16-ാം വാക്യം വീണ്ടും നമ്മളോട് പറയുകയാണ്, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവന്റെ മുഖത്തെക്കുറിച്ച് പറയുന്നു, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. സുവിശേഷ ഭാഗങ്ങൾ ഓർമ്മയുള്ള ആളുകൾക്ക് ഈ ദർശനം നമ്മെ മറുമലയിലേക്ക്, കർത്താവ് രൂപാന്തരപ്പെട്ട സന്ദർഭത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് മറുമലയിൽ കർത്താവ് രൂപാന്തരപ്പെടുന്നത് നമ്മൾ വായിക്കുന്നത്. അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവരുടെ മുമ്പാകെ അവൻ രൂപാന്തരപ്പെട്ടു, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു എന്ന് മാത്രമല്ല, പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ മലാഖി പ്രവചനം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്റെ നാമത്തെ അറിയുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു സൂര്യനെ പോലെ ശോഭയുള്ളവനാണെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമാക്കപ്പെടുന്നുണ്ട്. താൻ രൂപാന്തരപ്പെട്ടപ്പോൾ തന്റെ മുഖം സൂര്യനെ പോലെയാണ് ശോഭിച്ചത്. യോഹന്നാൻ ആ മറുമലയിൽ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന് ആ കാര്യം ഓർമ്മ വന്നു കാണുവാൻ സാധ്യതയുണ്ട്. സൂര്യൻ പഴയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും ദൈവത്തോട് ഉപമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഉദാഹരണത്തിന് 84-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, 84-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു.
നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ സൂര്യൻ ദൈവത്തിന്റെ ഒരു പ്രതീകമായിട്ട് പ്രവചന പുസ്തകങ്ങളിലും സങ്കീർത്തന പുസ്തകങ്ങളിലും പഴയ നിയമത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും വെളിപ്പെടുന്നത് നാം ശ്രദ്ധിക്കുകയും ഈ ദർശനം കാണുമ്പോൾ അത് അനുസ്മരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതെന്താണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, ഇത് നമ്മെ അനുഗ്രഹത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒരേ സമയം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സൂര്യൻ എന്താണ് ചെയ്യുന്നത്? സൂര്യൻ നമ്മെ അനുഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ സൂര്യൻ നമ്മെ ചുട്ടുകളയുന്നു. സൂര്യന് ഈ രണ്ട് കഴിവുകളും ഉണ്ട് എന്ന് ഓർക്കുക. നമ്മെ അനുഗ്രഹിക്കുവാനും നമ്മളെ ചുട്ടുകളയുവാനും സൂര്യന് കഴിയും. സൂര്യന് നമ്മളെ ഉരുക്കുവാനും കട്ടയാക്കുവാനും കഴിയും. ബട്ടറോ എന്തെങ്കിലും വെയിലത്ത് വെക്കുകയാണെങ്കിൽ അത് ഉരുകിപ്പോകുന്നു. കളിമണ്ണാണ് കൊണ്ട് വെക്കുന്നതെങ്കിൽ അത് കട്ടയായി പോകുന്നു. ചില സാധനങ്ങളെ ഉരുക്കുവാനും ചില സാധനങ്ങളെ കട്ടയാക്കുവാനും അനുഗ്രഹിക്കുവാനും ചുട്ടുകളയുവാനും ഈ സൂര്യന് കഴിവുണ്ട്. അതുകൊണ്ട് ദൈവം എപ്പോഴും അനുഗ്രഹിക്കുക മാത്രമേ ഉള്ളൂ. ദൈവം ന്യായം വിധിക്കുകയില്ല, ദൈവം യാതൊരു തരത്തിലുള്ള ശിക്ഷയും നമുക്ക് തരികയില്ല എന്ന് ചിന്തിക്കരുത്. നമ്മെ അനുഗ്രഹിക്കുവാനും നിഗ്രഹിക്കുവാനും അല്ലെങ്കിൽ ന്യായം വിധിക്കുവാനും കഴിവുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. വെളിപ്പാട് 1:13 വായിക്കുമ്പോൾ 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവൻ എന്ന പ്രയോഗം നമ്മൾ നേരത്തെ വായിച്ചു പോകുന്നതാണ്. 7 പൊൻനിലവിളക്കുകൾ, 7 സഭകൾ, മാറത്ത് പൊൻകച്ച, അതുപോലെ തന്നെ നിലയങ്കി. ഇത് മഹാപുരോഹിത ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം നമുക്ക് പരിചയമുണ്ടല്ലോ. താൻ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്നു, താൻ മുഖാന്തരമായി പിതാവിനോട് അടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അതുകൊണ്ട് അവൻ പ്രാപ്തനാണ് എന്ന കാര്യം നമുക്കിവിടെ ഓർക്കാം. അവൻ മനുഷ്യപുത്രനോട് സദൃശൻ എന്നും 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. മനുഷ്യപുത്രനോട് സദൃശൻ എന്ന് പറയുമ്പോൾ മനുഷ്യനും ദൈവവുമായവൻ. മനുഷ്യപുത്രനോടൊരു സാദൃശ്യം മാത്രമേ ഉള്ളൂ. അകത്ത് കയറി നോക്കിയാൽ അവൻ വെറും മനുഷ്യനല്ല, അവൻ ദൈവമാണ് എന്നറിയാനായിട്ട് കഴിയും. അതുകൊണ്ട് യേശുക്രിസ്തു മനുഷ്യനും അതേ സമയം തന്നെ ദൈവവുമാണ്. അവന്റെ മനുഷ്യത്വവും ദൈവത്വവും ഒരുപോലെ ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യപുത്രനോട് സദൃശൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് കണ്ട ഈ ദൈവപുത്രനെ കുറിച്ചുള്ള ദർശനം നമ്മുടെ മനസ്സിൽ നന്നായിട്ട് പതിഞ്ഞിരിക്കട്ടെ. 13-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെയാണ് നാം പരിശോധിച്ചുകൊണ്ടിരുന്നത്. ഈ വാക്യങ്ങൾ നാം പരിശോധിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ ചില ഫീച്ചേഴ്സാണ് കാണുവാനിടയായത്. അത് എല്ലാം ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ പല പ്രാവശ്യം ആവർത്തിച്ചെങ്കിൽ തന്നെയും ആദ്യമായിട്ടും മറ്റും വെളിപ്പാട് പുസ്തകം പഠിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ആ കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒരുമിച്ചൊന്ന് വരാനായിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഈ കണ്ട ദർശനത്തിലുള്ള യേശുക്രിസ്തുവിൽ കണ്ടതെന്നുള്ളത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. 13-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ നാം വായിച്ച വാക്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, തന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ യോഹന്നാൻ തിരിഞ്ഞപ്പോൾ കണ്ട മനുഷ്യപുത്രനോട് സദൃശനായ യേശുക്രിസ്തുവിന്റെ ദർശനത്തില് കണ്ട പ്രത്യേകതകൾ യോഹന്നാൻ എടുത്തു പറയുന്നത് ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. തലയും തലമുടിയും, കണ്ണ്, കാല്, ശബ്ദം, വലങ്കയിലിരുന്ന കാര്യങ്ങൾ, വായിലുണ്ടായിരുന്നത്, മുഖം, മാറത്ത് കെട്ടിയിരുന്നത്, മനുഷ്യപുത്രനോടുള്ള സാദൃശ്യം, ഈ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇനി അത് അർത്ഥവും കൂടെ ചേർത്ത് ഞാൻ പറയുകയാണെങ്കിൽ, തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ, അതിന്റെ അർത്ഥം അവന്റെ ഇറ്റേണൽ എക്സിസ്റ്റൻസ്, അവന്റെ നിത്യമായിട്ടുള്ള അസ്തിത്വമാണ് എന്ന് ഓർക്കുക. അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്, അതിന്റെ അർത്ഥം പൂർണ്ണമായ ഉൾക്കാഴ്ച, പെനിട്രേറ്റിംഗ് ഇൻസൈറ്റ് എന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുമല്ലോ. അവന്റെ കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശം, ന്യായവിധിയാണത്, ജഡ്ജ്മെന്റിനെയാണത് കാണിക്കുന്നത് എന്ന് നാം പഠിച്ചത് ഓർക്കുക. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, ദാറ്റ് ഈസ് വോയിസ് ഓഫ് അതോറിറ്റി, ആധികാരികതയുടെ ശബ്ദമാണ് അവന്റെ ശബ്ദം. അവന് അഖിലാണ്ടത്തെ മുഴുവൻ തന്റെ വാക്കുകൊണ്ട് വിളിച്ചു വരുത്തുന്നതിനും മരിച്ചതിനെ വിളിച്ച് ജീവിപ്പിക്കുന്നതിനും എന്തും തന്റെ വാക്കുകൊണ്ട് സാധിക്കുന്നതിനുള്ള ശക്തിയും അധികാരവും ഉള്ളവൻ എന്നാണ് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദത്തിന്റെ ഉടമയായ കർത്താവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. വലങ്കയിൽ 7 നക്ഷത്രം. വലങ്കയിൽ 7 നക്ഷത്രം എന്ന് പറഞ്ഞപ്പോൾ ഹി കൺട്രോൾസ് ദ ചർച്ചസ്, സഭകളെ അവനാണ് നിയന്ത്രിക്കുന്നത്. ഹി കൺട്രോൾസ് ദ യൂണിവേഴ്സ്, അഖിലാണ്ടത്തെ മുഴുവൻ അവനാണ് നിയന്ത്രിക്കുന്നത്. ഹി കൺട്രോൾസ് ദ സോളാർ സിസ്റ്റം, സൗരയൂഥത്തെയും ഈ അഖിലാണ്ടത്തിലുള്ള സൗരയൂഥങ്ങളെയും നിയന്ത്രിക്കുന്നത് അവനാണ്. എല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ്. അവൻ നക്ഷത്രങ്ങൾക്ക് പേരിട്ട് വിളിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അവന്റെ വായിൽ ഇരുവായ്ത്തലയുള്ള വാൾ,
വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനമാണ് അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എന്ന് ചുരുക്കം. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ദ ഷോസ് ഹിസ് ഗ്ലോറി, അവൻ്റെ തേജസ്സും അവൻ്റെ മഹത്വവുമാണ് അത് കാണിക്കുന്നത്. അവൻ്റെ മാറത്ത് പൊൻകച്ച കെട്ടിയിരുന്നു, അവൻ നിലയങ്കയാണ് ധരിച്ചിരുന്നത്. അതിൻ്റെ അർത്ഥം ഹിസ് ഹൈ പ്രീസ്റ്റ്ലി മിനിസ്ട്രി, അവൻ മഹാപുരോഹിത ശുശ്രൂഷ അനുഷ്ഠിച്ചുകൊണ്ടാണ് ന്യായവിധിക്കായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇപ്പോൾ അവൻ നമുക്ക് വേണ്ടി മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, എന്നാൽ അവൻ രാജാവും ന്യായാധിപനുമാണ് എന്ന കാര്യം മറക്കണ്ട. മനുഷ്യപുത്രനോട് സദൃശൻ എന്ന് പറയുമ്പോൾ ഹി സൺ ഓഫ് മാൻ ആൻഡ് സൺ ഓഫ് ഗോഡ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം തന്നെ അവൻ്റെ ഹ്യൂമാനിറ്റിയും ഡിവിനിറ്റിയും, ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന ദൈവപുത്രനെയാണ് നാം ഇവിടെ കാണുന്നത്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിലാണ് ഈ കർത്താവ് നിന്നിരുന്നത്. 7 നിലവിളക്ക് 7 സഭകളാണ് എന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. ഇവിടെ നമ്മൾ കാണുന്നത് വാറിയർ ക്രൈസ്റ്റ് കംസ് ടു കോൺകർ ആൻഡ് ടേക്ക് ദ ചർച്ച് ടു വിക്ടറി ആൻഡ് ഓൾസോ ടു ജഡ്ജ്. ന്യായം വിധിക്കുന്നതിനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്ന കർത്താവ് മറ്റൊരു കാര്യവും കൂടി ചെയ്യുന്നു എന്നതും നമുക്ക് ശ്രദ്ധേയമാണ്. അവനൊരു പോരാളിയായിട്ട്, ജയാളിയായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. തൻ്റെ സഭയെ ജയത്തിലേക്ക് മുന്നേറുന്നതിനായിട്ട്, സഹായിക്കുന്നതിനായിട്ട്, അവരെ ജയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഈ പുസ്തകത്തിൻ്റെ തീം തന്നെ ജയം എന്നുള്ളതാണ്. ഞാനും ജയിച്ചു, നിങ്ങളും അങ്ങനെ ജയിക്കണം എന്നാണല്ലോ താൻ നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരിക്കലും ഒരു ഹാഫ് ഹാർട്ടഡായിട്ട്, ഒരു ഡിസ്ലോയലായിട്ട് അവൻ്റെ പിന്നാലെ പോകാനായിട്ട് പറ്റുകയില്ല. ഒരു പകുതി മനസ്സോടെ, നമുക്കൊരു പ്രതിബദ്ധത ഇല്ലാതെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാനും അവനെ സേവിക്കുവാനും അവൻ്റെ വേല ചെയ്യുവാനും കഴിയുകയില്ല എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അവൻ നമുക്ക് വേണ്ടി ചെയ്യുന്ന മഹത്തായ കാര്യങ്ങൾ നാം വായിക്കുകയും ഈ പഠിക്കുകയും ചെയ്ത ഭാഗങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നാം വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മക്കളായിട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷയിലും ദൈവത്തിനെ ആരാധിക്കുന്നതിലും കൂട്ടായ്മയിലും ഒക്കെ അടുത്തു വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു ഉഴപ്പം മട്ടിൽ ഒരു ലാഘവ ബുദ്ധിയോടെ ഈ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ജാഗ്രതയോടെ അവനെ സേവിക്കണം. ബിസിനസ് ഈസ് ബിസിനസ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ ചെയ്യണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു ഉഴപ്പൻ രീതിയിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അങ്ങ് സേവിച്ച് കളയാം എന്ന് നാം വിചാരിക്കുന്നെങ്കിൽ, നമ്മൾ ഈ പഠിച്ചു വന്ന സ്ഥലത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച ഒരു 3 കാര്യങ്ങൾ പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്നുകൂടി കൊണ്ടുവരട്ടെ. ദാറ്റ് ഷോസ് ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ട്. ഹി ഇന്റർസീഡ്സ്, ഹി ഇന്റർവീൻസ് ആൻഡ് ഹി ഇൻസ്പെക്ട്സ്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, അവൻ ഇടപെടുന്നു, അവൻ പരിശോധിക്കുന്നു. അതാണ് ഈ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. അവൻ മഹാപുരോഹിതനാണെന്ന് പറഞ്ഞപ്പോൾ ഹി ഈസ് ഇന്റർസീഡിങ് ഫോർ അസ്. അവൻ പക്ഷപാതം ചെയ്യുന്നു. ദ മിനിസ്ട്രി ഓഫ് ഇന്റർസെഷൻ. അവൻ നാം നശിച്ചു പോകാതിരിക്കേണ്ടതിനായിട്ട്, നാം ജയാളികളായി തീരേണ്ടതിന്, നാം ദൈവം നമ്മളെ വിളിച്ച വേലയിൽ വിശ്വസ്തരായി ഇരിക്കേണ്ടതിന് കർത്താവ് നമുക്ക് വേണ്ടി നിരന്തരം പക്ഷപാതം ചെയ്യുന്നു. ആ പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാണ് അവന് നമ്മളെ പൂർണ്ണമായി രക്ഷിപ്പാനായിട്ട് കഴിയുന്നത്. എന്നാൽ അവൻ പക്ഷപാതം ചെയ്യുക മാത്രമല്ല, ഹി ഇന്റർവീൻസ്. ഹിസ് മിനിസ്ട്രി ഓഫ് ഇന്റർവെൻഷൻ. നമ്മുടെ കാര്യങ്ങളിൽ, സഭയുടെ കാര്യങ്ങളിൽ അവൻ ഇടപെടുന്നുണ്ട്. പലപ്പോഴും അവൻ ഇടപെടുന്നുണ്ട്. അവൻ്റെ ഇടപെടലുകൾ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ തീർച്ചയായിട്ടും ജീവിക്കുന്ന ഒരാൾക്ക് ദൈവം നമ്മോട് ഇടപെടുമ്പോൾ, നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ, അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ മാത്രമല്ല, നമ്മോട് ഇടപെടുന്നവനും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നവനും നമ്മെ നേർവഴിക്ക് നയിക്കുന്നവനുമാണ് എന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയും. ഈ ഇടപെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ, ഹി ഈസ് ഓൾസോ ഇൻസ്പെക്ടിങ് അസ്. ഹിസ് മിനിസ്ട്രി ഓഫ് ഇൻസ്പെക്ഷൻ. അവൻ്റെ കണ്ണുകൾ നമ്മെ പരിശോധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവൻ്റെ പരിശോധിക്കുമ്പോഴാണ് സഭകൾക്കുള്ള സന്ദേശങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കുറേ കൂടി അത് ആഴത്തിൽ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. അവൻ നമ്മളെ പരിശോധിക്കുമ്പോഴാണ് കുറേ കുറവുകളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ ഇടപെടുകയും പക്ഷപാതം ചെയ്യുകയും മാനസാന്തരപ്പെട്ട് ജയാളികളായിട്ട് അവൻ്റെ കൂടെ കൂടി നിൽക്കുന്നതിനായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ മറന്നു പോകരുത്. ദ മിനിസ്ട്രി ഓഫ് ഇന്റർസെഷൻ, ദ മിനിസ്ട്രി ഓഫ് ഇന്റർവെൻഷൻ ആൻഡ് ദ മിനിസ്ട്രി ഓഫ് ഇൻസ്പെക്ഷൻ. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, അവൻ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു, അവൻ നമ്മുടെ ജീവിതത്തെയും പ്രവർത്തനത്തെയും പരിശോധിക്കുന്നു. അങ്ങനെ നമ്മളോടൊപ്പം നിന്ന് നമ്മെ ജയത്തിലേക്കും നിത്യതയിലേക്കും കൊണ്ടുപോകുന്നതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ രക്ഷാനായകൻ, ദ ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ. നമ്മുടെ രക്ഷാനായകൻ നമ്മുടെ മുമ്പിലുണ്ട്. അവൻ നമുക്കിങ്ങനെ സഹായം തരുന്നുണ്ട്.
അതേസമയം തന്നെ നമ്മെ വിലയിരുത്തുകയും ജഡ്ജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും നാം ഒരിക്കലും മറന്നു പോകരുത്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ടോ ഇതിനോട് ചേർന്നോ നാം ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. യേശുവിൻ്റെ ഈ തേജസ്സുള്ള വെളിപ്പാട് അപ്പോസ്തലനായ യോഹന്നാനെ സംബന്ധിക്കുന്നിടത്തോളം തികച്ചും പുതുമയുള്ളതായിരുന്നു. ഐ റിപ്പീറ്റ്, യോഹന്നാനെ ലഭിച്ച ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള വെളിപ്പാട് അപ്പോസ്തലനെ സംബന്ധിക്കുന്നിടത്തോളം തികച്ചും പുതുമയുള്ളതായിരുന്നു. ജഡശരീരം എടുത്ത് യേശു ഈ ഭൂമിയിൽ ശുശ്രൂഷിക്കുകയും സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്തപ്പോൾ യോഹന്നാൻ കണ്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു യേശുവിനെയാണ് ഈ ദർശനത്തിൽ യോഹന്നാന് വെളിപ്പെട്ട് കിട്ടുന്നത്. ഈ ലോകത്തിൽ കൂടി സഞ്ചരിക്കുകയും ശുശ്രൂഷിക്കുകയും ജീവിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സൗമ്യനായ യഹൂദനായ ഒരു മരയാശാരിയായിരുന്നു. അവനെ അറക്കാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെയാണ് ആയിരുന്നത്. എന്നാൽ ഈ വെളിപ്പാടിൽ സൗമ്യനായ ഒരു മരയാശാരിയായിട്ടോ ഒരു യഹൂദനായിട്ടോ അറക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടായിട്ടോ അല്ല യേശു വെളിപ്പെടുന്നത്. അവൻ ഉയർത്തെഴുന്നേറ്റവനും തേജസ്സുള്ളവനും ഉന്നതനുമായ ദൈവപുത്രനും പുരോഹിത രാജത്വം പ്രാപിച്ചവനും സകല മാനവജാതിയെയും വിധിക്കാനുള്ള വിധികർത്താവുമായിട്ടാണ് യേശു വെളിപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് ഒരു ലോങ് സെന്റൻസ് ആയതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയാൻ പാടില്ല. യേശുവിൻ്റെ പ്രത്യക്ഷത, യേശുവിൻ്റെ വെളിപ്പാട് യോഹന്നാൻ അപ്പോസ്തലന് ലഭിച്ചപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റവൻ, തേജസ്സുള്ളവൻ, ഉന്നതൻ, ദൈവപുത്രൻ, പുരോഹിത രാജത്വം പ്രാപിച്ചവൻ, സകല മാനവജാതിയെയും വിധിക്കുവാനുള്ള വിധികർത്താവ്, ഈ അളവുകളിലൊക്കെയാണ് യേശുക്രിസ്തു വെളിപ്പെട്ടത്. തൻ്റെ ന്യായവിധി തൻ്റെ ജനത്തിൽ നിന്ന് തന്നെയാണ് താൻ തുടങ്ങുന്നതും. അതും ശ്രദ്ധേയമാണ്. തൻ്റെ ന്യായവിധി ലോകത്തിലല്ല തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ ഇവാലുവേഷൻ വർക്ക്, ക്രിസ്തുവിൻ്റെ നാൾ എല്ലാം ആദ്യം ദൈവജനത്തിൻ്റെ ഇടയിലാണ് തുടങ്ങുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ന്യായവിധി ദൈവത്തിൻ്റെ ഗ്രഹത്തിൽ തന്നെ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേണ രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ന്യായവിധി ദൈവത്തിൻ്റെ ഗ്രഹത്തിലാണ് ദൈവം ആദ്യം ആരംഭിക്കുന്നത്. അത് നമ്മിൽ തുടങ്ങിയാൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി, അവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേണ രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും എന്ന് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന സുപ്രധാനമായ ഒരു സത്യം, അവൻ ന്യായം വിധിക്കുന്നവനാണ്. അവൻ ന്യായം വിധിക്കാനാണ് വന്നിരിക്കുന്നത്. ന്യായവിധി നമ്മളിലാണ് അവൻ ആരംഭിക്കുന്നത്. ന്യായവിധി നമ്മളിലാണ് അവൻ ആരംഭിക്കുന്നത് എന്ന് പറയുമ്പോൾ നാം നമ്മുടെ ജീവിതത്തെ വളരെ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ക്രമപ്പെടുത്തി അവൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. അവൻ്റെ കരുണ നമുക്ക് ലഭിക്കുന്നതിനും അവൻ്റെ കൃപയിൽ സമാധാനത്തോടെ മുന്നേറി കർത്താവിൻ്റെ കൂടെ മുന്നോട്ട് പോകുന്നതിന് കഴിയുന്നതും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ യോഹന്നാൻ കേട്ടതും യോഹന്നാൻ കണ്ടതുമായ കാര്യങ്ങളാണ് പരിശോധിച്ച് കഴിഞ്ഞത്. യോഹന്നാൻ കേട്ടത്, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്ക് അയക്കുക എന്നാണ്. താൻ കണ്ടത് വിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഉയർത്തെഴുന്നേറ്റ തേജസ്സുള്ള കർത്താവിൻ്റെ ഒരു ദർശനം. ആ ഫീച്ചേഴ്സ് എല്ലാം ഞാൻ വിവരിച്ചു കഴിഞ്ഞല്ലോ. മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ളത് യോഹന്നാൻ എന്ത് ചെയ്തു, വാട്ട് ജോൺ ഡിഡ്. യോഹന്നാൻ എന്ത് ചെയ്തു? 17-18 വാക്യങ്ങളിലാണ് യോഹന്നാൻ ചെയ്തത് എന്താണ്, യോഹന്നാൻ എന്താണ് സംഭവിച്ചത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 17-18 വാക്യങ്ങൾ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ്റെ ശബ്ദം കേട്ടു, അവനെ കണ്ടു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. യേശുവിൻ്റെ മാർവിടത്തിൽ ചാരിക്കൊണ്ട് അത്താഴം കഴിച്ച അപ്പോസ്തലൻ്റെ സ്വന്തം വാക്കുകളാണ് നാം ഈ കേട്ടത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ അത്താഴത്തിൽ യേശുക്രിസ്തുവിൻ്റെ നെഞ്ചോട് അല്ലെങ്കിൽ മാർവിടത്തിൽ ചാരിക്കൊണ്ട് അത്താഴം കഴിക്കുകയും സംഭാഷിക്കുകയും ചെയ്ത യോഹന്നാൻ അപ്പോസ്തലൻ, അവൻ്റെ സ്വന്തം വാക്കുകളാണ് നാം കേട്ടത്. അവനെ കണ്ടിട്ട് ഞാൻ മാറത്ത് ചാരുകയല്ല, മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പം ഉയർന്നിരിക്കുന്ന തേജസ്സുള്ള യേശുവിൻ്റെ ഒരു ദർശനം നമ്മിൽ എന്ത് വികാരമാണ് ഉളവാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭയം, അത്ഭുതം, ആദരവ്, അല്ലാതെ എന്തുണ്ടാക്കാനായിട്ട്? യോഹന്നാനിൽ ഉണ്ടാക്കിയ വികാരങ്ങൾ അതൊക്കെയാണ്. അവൻ്റെ നെഞ്ചത്ത് ചാരിയിരുന്ന, അവനോട് സംഭാഷിച്ച
മധുര സമ്പർക്കം ചെയ്ത യോഹന്നാൻ ഇവിടെ ഉയർത്തെഴുന്നേറ്റ തേജസ്സുള്ള യേശുവിൻ്റെ ഒരു ദർശനം കണ്ടപ്പോൾ ഭയമുണ്ടായി, അത്ഭുതമുണ്ടായി, ആദരവുണ്ടായി. അതുകൊണ്ടാണ് മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണത്. അതുകൊണ്ട് ഈ കർത്താവിനെ ദർശിക്കുമ്പോൾ നമ്മിൽ ഭയവും അത്ഭുതവും ആദരവും അല്ലാതെ മറ്റെന്താണ് ഉണ്ടാകേണ്ടതെന്ന് ചിന്തിക്കേണ്ടതാണ്. ദാനിയേൽ പ്രവചനം ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളോടൊക്കെയുള്ള ബന്ധത്തിൽ. കാരണം യോഹന്നാനെ പോലെ തന്നെ ദൈവസാന്നിധ്യം ആഴത്തിൽ അനുഭവിച്ച മറ്റൊരു ദൈവദാസനാണ് ദാനിയേൽ എന്നുള്ളതുകൊണ്ട്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്. വീണ്ടും അത് വായിക്കുന്നത് നല്ലതാണ്. 8-9 വാക്യങ്ങൾ, ദാനിയേൽ 10-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഞാൻ തനിച്ച് ശേഷിച്ച് ഇരുന്ന് ഈ മഹാദർശനം കണ്ടു. ഞാൻ തനിച്ച് ശേഷിച്ചിരുന്ന് ഈ മഹാദർശനം കണ്ടു. ബാക്കിയുള്ളവരൊക്കെ ഓടിപ്പോയി. അതുകൊണ്ടാണ് ഈ ദർശനം കണ്ടപ്പോൾ എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല. എൻ്റെ മുഖശോഭ ക്ഷയിച്ചുപോയി. എനിക്കൊട്ടും ബലമില്ലാതെയുമായി. എന്നാൽ ഞാൻ അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു. യോഹന്നാന് സംഭവിച്ചതുപോലെ തന്നെ ദാനിയേലിനും സംഭവിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഒട്ടും ബലമില്ലാതെയായി, എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല. ഞാൻ അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു. ഈ വാക്യങ്ങൾ നമ്മൾ നേരത്തെയും വായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധേയമാണ്. ദൈവ സാന്നിധ്യം, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായപ്പോൾ യോഹന്നാനും ദാനിയേലും ഒക്കെ അവൻ്റെ കാൽക്കൽ വീഴുന്നതാണ് നാം കാണുന്നത്. ഇന്നത്തെ ദൈവസഭകളിലേക്ക് നാം നമ്മുടെ കണ്ണ് ഒന്ന് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ദൈവസഭകളിൽ ദൈവജനത്തിൻ്റെ ഇടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവഭയവും ബഹുമാനവും. ദൈവത്തെ ഭയപ്പെടുന്നില്ല, ദൈവത്തെ വേണ്ടതുപോലെ ബഹുമാനിക്കുന്നില്ല. ആത്മീയ കാര്യങ്ങളെ, ദൈവത്തെക്കുറിച്ചുള്ള വസ്തുതകളെ എത്ര നിസ്സാരമായിട്ടാണ്, എത്ര ലാഘവബുദ്ധിയോടെയാണ് ആളുകൾ കാണുന്നതെന്ന് ഓർക്കുക. ആദരവിൻ്റെയും ഭയത്തിൻ്റെയും ഒരു അന്തരീക്ഷം നമ്മുടെ സഭകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സഭാന്തരീക്ഷം തികച്ചും വ്യത്യസ്തമായി പോകുമായിരുന്നു. നാം പറയുന്ന, ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ സഭകളിൽ നടക്കുമായിരുന്നില്ല. കൊരിന്ത്യക്കാർക്ക് ലേഖനം എഴുതിയപ്പോൾ 2 കൊരിന്ത്യ ലേഖനത്തിലെ 5-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ആകയാൽ കർത്താവിനെ ഭയപ്പെടണം. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം. കർത്താവിനെ ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷം ഇന്ന് ദൈവസഭകളിൽ ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ നമ്മളൊരു ഭയഭക്തിയും കൂടാതെ തമാശ രൂപത്തിലും ഒരു ഗൗരവമില്ലാതെയും ഒക്കെ ഇടപെടുന്നത് കൊണ്ട് യുവതലമുറയൊക്കെ വളരെ ലാഘവ ബുദ്ധിയോടാണ് ആത്മീയ കാര്യങ്ങളെ കാണുന്നത്. അവർ ആത്മീയ കാര്യങ്ങളിൽ ഗൗരവമായിട്ട് ഇടപെടുന്നില്ല എന്ന് നാം പരിതപിച്ചിട്ടോ വിലപിച്ചിട്ടോ കാര്യമില്ല. അത് നമ്മുടെ കുഴപ്പമാണ്. നമുക്ക് ഈ ആദരവ്, ഈ ഭയഭക്തി വളരെ കുറച്ചേ കാണാനായിട്ട് കഴിയുന്നുള്ളൂ. വി നീഡ് ദിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് റെസ്പെക്ട്. ദൈവത്തെ ബഹുമാനിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഭക്തിയുടെ മനോഭാവം ഇനിയും ദൈവജനങ്ങൾ ആർജിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ദൈവഭയം, ആരാധനയും ആദരവും തീർച്ചയായിട്ടും നമ്മൾ ഉളവാക്കും. അത് അത്യന്താപേക്ഷിതമാണ്. ഉണ്ടോ നമുക്ക് എന്നൊന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. ബൈബിളിലെ പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിലൊക്കെ മലയാളം പുസ്തകത്തിൽ യഹോവ ഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് മിക്കവാറും ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. അപ്പോൾ ഈ ഫിയർ, ദൈവത്തെ ഭയപ്പെടേണ്ടതാണെന്നുള്ള കാര്യമാണ് ഭക്തി എന്ന് പലപ്പോഴും പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ബൈബിളിലൊക്കെ പരിഭാഷ ചെയ്തിരിക്കുന്നത്. എന്നാൽ ദൈവഭയം ഇന്ന് വളരെ കുറഞ്ഞു പോകുന്നു. നാം അത് ആത്മശോധന ചെയ്യേണ്ടതാണ്. യോഹന്നാന്റെ പ്രതികരണം നമ്മെ അപ്പോസ്തലനായ പൗലോസിന്റെ മറ്റൊരു ചിന്തയും കൂടി അനുസ്മരിപ്പിക്കുന്നതാണ്. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. അതിങ്ങനെയാണ്, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഇന്ന് സഭകളിലുള്ള വിശ്വാസികൾ പലരും ജഡപ്രകാരം ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന യേശുവിനെ ആണ് അറിയുന്നത്. ആത്മപ്രകാരം ആത്മാവിലായ തേജസ്സുള്ള അധികാരിയായ യേശുവിനെ അറിയുന്നില്ല എന്നുള്ളത് വലിയ ദുര്യോഗമാണ്. എന്നാൽ അപ്പോസ്തലന്മാരൊക്കെ പറയുന്നത് ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. നമ്മളിപ്പോൾ ആത്മാവിലായി, ആത്മാവാകുന്ന കർത്താവിനെയാണ് അറിയുന്നത്.
പല സുവിശേഷ യോഗങ്ങളിലും പല സഭകളിലും ആരാധിക്കപ്പെടുന്നതും ജഡപ്രകാരം ജീവിച്ച ഒരു യേശുവിനെയാണ്. ജഡീക ശുശ്രൂഷ, അവൻ അത്ഭുതം ചെയ്തത്, രോഗികളെ സൗഖ്യമാക്കിയത്, വെള്ളത്തിൻ്റെ മേൽ നടന്നത്, ഭൂതങ്ങളെ പുറത്താക്കിയത്, ഇതൊക്കെ തൻ്റെ ജഡത്തിലിരുന്നപ്പോൾ താൻ ചെയ്ത ശുശ്രൂഷകളാണ്. ഇതാണ് ഏറ്റവും വലുത് എന്ന് കരുതുകയാണ്. എന്നാൽ ആത്മാവിൻ്റെ പുതുജന്മവും ആത്മാവിൻ്റെ നവീകരണവും ആത്മാവിൻ്റെ മുന്നേറ്റവും ആത്മാവിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ആളുകൾ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞങ്ങൾ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല. ഈ മനുഷ്യരെക്കുറിച്ചും സഭയിലിരിക്കുന്ന ആളുകളെക്കുറിച്ചും ഒക്കെ നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കസിനായിട്ടോ നമ്മുടെ പാർട്ട്ണറായിട്ടോ ധനികനായിട്ടോ ഇന്ന ജാതിയിൽപ്പെട്ടവനായിട്ടോ ഇന്ന മതത്തിൽ നിന്ന് വന്നവനായിട്ടോ ഒന്നും അറിയുന്നില്ലെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അവരെ അങ്ങനെയൊക്കെ ഒരു കാലത്ത് അറിഞ്ഞിരുന്നിരിക്കാം. എന്നാൽ ഇന്നു മുതൽ ഞങ്ങൾ അങ്ങനെ ആരെയും അറിയുന്നില്ല. ക്രിസ്തുവിനെ അങ്ങനെയൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു പുതിയ ദർശനവും പുതിയ വെളിപ്പാടും കർത്താവിനോടുള്ളൊരു ബഹുമാനവും ആദരവും ഭയവും ഒക്കെ നമ്മുടെ ഹൃദയത്തിലും വരേണ്ടത് ആവശ്യമാണ്. യോഹന്നാൻ പഴയതുപോലെ യേശുവിൻ്റെ മാർവിടത്തിൽ ചാരിക്കൊണ്ടിരിക്കുകയല്ല, പ്രത്യുത അവൻ്റെ കാൽക്കൽ മരിച്ചവനെ പോലെ വീഴുകയാണ് ചെയ്തതെന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണ്ടായിരുന്നെങ്കിൽ മാർവിടത്തിലൊക്കെ ചാരിക്കൊണ്ടിരിക്കുമായിരുന്നു, പലതും ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ചെയ്തത് എന്താണെന്ന് നോക്കുക, അവൻ്റെ കാൽക്കൽ മരിച്ചവനെ പോലെ വീഴുകയാണ് ചെയ്തത്. അപ്പോൾ യോഹന്നാൻ എന്ത് ചെയ്തു എന്നിപ്പോൾ കണ്ടു. യോഹന്നാൻ കേട്ടു, യോഹന്നാൻ കണ്ടു, യോഹന്നാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽപാദത്തിങ്കൽ വീണു. നാലാമതായിട്ട് കർത്താവ് എന്ത് ചെയ്തു എന്നും കൂടി നോക്കുന്നത് നല്ലതാണ്. യോഹന്നാൻ ചെയ്തത് മരിച്ചവനെ പോലെ അവൻ്റെ കാൽപാദത്തിങ്കൽ വീണു എന്നുള്ളതാണെങ്കിൽ കർത്താവ് എന്ത് ചെയ്തു? 17-ാം വാക്യം, അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഇതാണ് യോഹന്നാനോട് കർത്താവ് പറഞ്ഞത്. 17-ാം വാക്യത്തിൽ അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. തുടർന്ന് 19-ാം വാക്യം വായിക്കുമ്പോൾ, നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. അങ്ങനെയാണ് ആ പാസേജ് മുമ്പോട്ട് പോകുന്നത്. യേശു വലങ്കൈ കൊണ്ട് യോഹന്നാനെ തൊട്ട് ഉയർപ്പിച്ചു, അവനെ എഴുന്നേൽപ്പിച്ചു, അവനോട് സംസാരിച്ചു. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അവൻ്റെ കാൽപാദത്തിങ്കൽ മരിച്ചവനെ പോലെ വീണ യോഹന്നാനെ കൈതൊട്ട് എഴുന്നേൽപ്പിച്ച് അല്ലെങ്കിൽ ഉയർപ്പിച്ച് യേശു അവനോട് സംസാരിച്ചു. ആദ്യം അവനോട് പറഞ്ഞ കാര്യവും ശ്രദ്ധേയമാണ്. ഭയപ്പെടേണ്ട എന്നാണ് ആദ്യമായിട്ട് പറഞ്ഞത്. ഏത് ദൈവവൈതലിനും പ്രോത്സാഹനജനകം ആയിട്ടുള്ള, ഉന്മേഷം പകരുന്നതായിട്ടുള്ള, പ്രചോദനമേകുന്നതായിട്ടുള്ളൊരു കാര്യമാണ് യേശു പറഞ്ഞത്. എന്താണത്? ഭയപ്പെടേണ്ട. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകുന്ന സുപ്രധാന സന്ദേശങ്ങളിൽ ഒന്നാണ് ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. ഇതൊക്കെയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോഴും കർത്താവ് പറയുന്നത് അതാണ്. ഇതൊക്കെ കേട്ട് ഭയപ്പെടേണ്ട, സമാധാനമായിട്ടിരിക്കുക, നിങ്ങളെ സഹായിക്കുവാൻ എൻ്റെ സാന്നിധ്യം, എൻ്റെ സാമീപ്യം നിങ്ങളുടെ അടുക്കലുണ്ട്. ദാനിയേൽ പ്രവചനം വായിക്കുമ്പോഴും ഇത് നമുക്ക് കാണാനായിട്ട് കഴിയും. ദർശനങ്ങൾ ലഭിച്ചപ്പോൾ ദാനിയേൽ പലപ്പോഴും ബോധം കെട്ടോ ബലം ക്ഷയിച്ചോ താഴെ വീണിട്ടുണ്ട്. എന്നാൽ ദൈവം അവനെ തൊട്ടെഴുന്നേൽപ്പിക്കുകയും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവനെ ശക്തീകരിക്കുകയും ചെയ്തു. കർത്താവ് എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മെ ഭയപ്പെടുത്തുവാനായിട്ടല്ല അവൻ ഈ തരത്തിൽ ആത്മാവിൽ ബലവാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഭയപ്പെടേണ്ട, നിങ്ങൾക്കും ഈ അവസ്ഥകളിലേക്ക് വരാനായിട്ട് കഴിയും, ഞാൻ നിങ്ങളെ ശക്തീകരിക്കാം, ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുന്നവനാണ്, നിങ്ങളുടെ ബലഹീനതയിൽ ഞാൻ നിങ്ങൾക്ക് ശക്തി പകരാം എന്ന് പറഞ്ഞാണ് അവൻ നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. ദാനിയേൽ പ്രവചനം നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് വായിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചില വാക്യങ്ങൾ പറയാം, അതൊന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, 9-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം വാക്യം, 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, 16-ാം വാക്യം, 18-ാം വാക്യം. എഴുതിയെടുക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, 9-ാം അധ്യായത്തിൻ്റെ 20, 21 വാക്യങ്ങൾ, 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, 16-ാം വാക്യം, 18-ാം വാക്യം. 10-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 18 വരെ വായിച്ചാൽ മതി. എന്നാൽ അത്യാവശ്യം ഏറ്റവും ചുരുക്കിയ ഞാൻ പറയുന്നത് 10, 16, 18 വായിക്കുക. ഇതിൽ 2 വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 18, 19 വാക്യങ്ങൾ. അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ
പിന്നെയും വന്ന് എന്നെ തൊട്ട് ബലപ്പെടുത്തി. ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. ഇത് നമ്മുടെ അവകാശമാണ്. ശ്രദ്ധിക്കുക, ദാനിയേലിന് ലഭിച്ച അനുഗ്രഹം യോഹന്നാന് ലഭിച്ചതുപോലെ തന്നെയാണ്. മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ പിന്നെയും വന്ന് എന്നെ തൊട്ടു ബലപ്പെടുത്തി. ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് കർത്താവിന് പറയാനുള്ളത്. നിനക്ക് സമാധാനം, നീ ഭയപ്പെടേണ്ട, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്, നമ്മുടെ ഭയാശങ്കകൾ നീങ്ങുന്നത്, നമുക്ക് ആവശ്യമായിരിക്കുന്ന ബലം ലഭിക്കുന്നത്. ഇത് യോഹന്നാന്റെയും ഡാനിയേലിന്റെയും മാത്രം അവകാശമല്ല, എന്റെയും നിങ്ങളുടെയും അവകാശമാണ്. നമുക്കും അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് സമാധാനവും ബലവും ധൈര്യവും ഒക്കെ പ്രാപിക്കുവാനായിട്ട് അവസരമുണ്ട്. അതാണ് കർത്താവ് ചെയ്യുന്നത്. ഹി സൈസ് ഫിയർ നോട്ട്, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക. അവൻ സംസാരിച്ച് കേട്ടപ്പോൾ, അവന്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നാം ബലപ്പെടും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യോഹന്നാനോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരട്ടെ. ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. അപ്പൊ ഇവിടെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ ഭയപ്പെടേണ്ടാത്തത് എന്ന് നാം അറിഞ്ഞിരിക്കണം. നമുക്ക് ജീവനെ അല്ലെങ്കിൽ ജീവനുള്ള ഒന്നിനെയും ഭയപ്പെടാനില്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ഭയപ്പെട്ടാ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് മഹാവ്യാധിയുടെ നാം ആകെ ഭീതിയിലാണ് കഴിഞ്ഞുകൂടുന്നതെങ്കിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, ജീവനുള്ള ഒന്നിനെയും നിന്റെ ജീവനെയും നിനക്ക് ഭയപ്പെടാനായിട്ടില്ല. കാരണം അവൻ ജീവനുള്ളവനാണ്. ഹീസ് ദ ലിവിങ് വൺ. അവനാണ് ജീവനുള്ളവൻ. നമ്മുടെ ജീവനെ പരിപാലിക്കുന്ന അവനാണ്. നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന അവനാണ്. നമ്മുടെ ജീവനെ നിലനിർത്തുന്ന അവനാണ്. നമ്മുടെ ഓരോ ശ്വാസവും അവന്റെ കൈകളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ജീവനെ നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടില്ല. ജീവനെ ഭയപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ജീവിക്കണ്ടായിരുന്നു, മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ജീവനെ ഭയപ്പെടേണ്ട. ജീവിക്കാൻ എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങൾ ധൈര്യമായിട്ട് സമാധാനത്തോടെ ബലത്തോടെ ജീവനെ നേരിടുക. ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുക എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് മരണത്തെയും ഭയപ്പെടാനില്ല. കാരണം അവൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അവൻ മരണത്തെ തോൽപ്പിച്ച് ജയിച്ചെഴുന്നേറ്റവനാണ്. അതുകൊണ്ട് ജീവനെയും ഭയപ്പെടേണ്ട, മരണത്തെയും ഭയപ്പെടേണ്ട. ജീവിതത്തെ ജയിച്ചവനും മരണത്തെ ജയിച്ചവനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ജീവിതത്തിൽ തോറ്റുപോകുമോ എന്ന് ഭയപ്പെട്ടിരിക്കുന്ന ആളുകളോടാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ ജയിച്ചവൻ കർത്താവാണ്. മരണത്തെ ജയിച്ചവനും നമ്മുടെ കർത്താവാണ്. അവനാണ് എൻ്റെ അകത്തുള്ളത്. അവനാണ് എന്നെ വീണ്ടെടുത്തത്. അവനാണ് എന്നെ നടത്തുന്നത്. അവനാണ് വലം കൈ എൻ്റെ മേൽ വെച്ച് എന്നെ ധൈര്യപ്പെടുത്തുന്നത്. അവന്റെ ശബ്ദമാണ് എന്നെ ബലപ്പെടുത്തുന്നത്. അതുകൊണ്ട് അവൻ മരണത്തെ തോൽപ്പിച്ച് ജയിച്ചെഴുന്നേറ്റവനാണ്. നിത്യത ലഭിക്കുമോ എന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നിത്യത ലഭിക്കുമോ എന്ന് പറഞ്ഞാൽ ഒരു ഭയവും വേണ്ടെന്നല്ല പറഞ്ഞത്. നമുക്ക് നിത്യത ലഭിക്കുമോ എന്ന് ഭയപ്പെട്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും ഒക്കെ പിടിയിൽ അമർന്നു പോകുമോ എന്ന് നാം ഭയപ്പെടേണ്ടതില്ല. അതിന്റെ എല്ലാം താക്കോൽ അവന്റെ കൈവശമുണ്ട്. ദ കീസ് ഓഫ് ഡെത്ത് ആൻഡ് ദ കീസ് ഓഫ് ഹെയ്റ്റ്സ്. ഹെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ദ വേൾഡ് ഓഫ് ദ ഡെഡ്. മരണത്തിന്റെയും മരിച്ച ആളുകൾ താമസിക്കുന്ന സ്ഥലത്തിന്റെയും താക്കോൽ അവന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. താക്കോൽ അവന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ താക്കോലുള്ളവനാണ് അധികാരി. ഹീസ് ദി ഓണർ. അവൻ്റെലാണ് അധികാരം ഇരിക്കുന്നത്. അവൻ ഇതെല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അവന് വേണമെങ്കിൽ തുറക്കാനും അടയ്ക്കാനും ഒക്കെയുള്ള അധികാരമുണ്ട്. നാം തുറന്ന് വായിക്കുമ്പോൾ അവൻ ആർക്കും തുറക്കാൻ പറ്റാത്തവണ്ണം അടയ്ക്കാനും ആർക്കും അടയ്ക്കാൻ പറ്റാത്തവണ്ണം തുറക്കാനും ഒക്കെ കഴിവുള്ളവനാണ് എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. ഇതിൻ്റെ എല്ലാം അധികാരം അവന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മുടെ കർത്താവിന് ജീവന്റെ മേലും മരണത്തിന്റെ മേലും നിത്യതയുടെ മേലും അധികാരമുണ്ട്. എത്ര ഭാഗ്യകരമായൊരവസ്ഥ! ദൈവത്തിന് സ്തോത്രം. കാരണം ഈ കർത്താവിന്റെ പുറകെയാണ് നാം പോകുന്നത്. അവന് ജീവന്റെ മേൽ അധികാരമുണ്ട്, മരണത്തിന്റെ മേൽ അധികാരമുണ്ട്, നിത്യതയുടെ മേൽ അധികാരമുണ്ട്. ഈ കർത്താവിനെ കണ്ടുമുട്ടുവാനും അവന്റെ കൂടെ ജീവിതയാത്ര ചെയ്യുവാനും കർത്താവ് തരുന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രവും ആരാധനയും അർപ്പിക്കാം. ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ യേശു തന്റെ ജനത്തിന് തന്റെ സർവ്വമഹത്വത്തിലും തേജസ്സിലും ശക്തിയിലും അധികാരത്തിലും വെളിപ്പെടുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ വാക്യങ്ങൾ നമ്മൾ ഗ്രഹിക്കേണ്ടത്. ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ യേശു തന്റെ ജനത്തിന് തന്റെ സർവ്വമഹത്വത്തിലും തേജസ്സിലും ശക്തിയിലും അധികാരത്തിലും വെളിപ്പെടുന്നു. ഇന്ന് സഭയുടെ അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ
അവൻ്റെ മഹത്വത്തിൻ്റെ, അവൻ്റെ ശക്തിയുടെ, അവൻ്റെ അധികാരത്തിൻ്റെ ഒരു അവബോധ ദർശനമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ, തേജസ്സിൻ്റെ, അധികാരത്തിൻ്റെ ഒരു അവബോധ ദർശനം ഇന്ന് ദൈവജനത്തിന്, സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നു. അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഈ ദർശനം യെശയ്യാവിന് ലഭിച്ചു. യെശയ്യാപ്രവചന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്കത് കാണാം. അനിവാര്യമായിരിക്കുന്ന ഒരു ദർശനമാണ് ഇത്. നമുക്കെല്ലാവർക്കും അനിവാര്യമാണ്. ഇന്നത്തെ കൂടിവരവുകളിൽ അപകടകരമാം വിധം ഭയഭക്തിയും ആരാധനയും ഇല്ലാതായിരിക്കുന്നു. എല്ലാം ചടങ്ങുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമെന്ന ഒരു അഹന്ത ഇന്ന് സഭയെ ഭരിക്കുന്നു, പാസ്റ്റർമാരെ ഭരിക്കുന്നു, ദൈവദാസന്മാരും ദൈവജനവും അങ്ങനെ ഇരിക്കുന്നു. അവരാരും തകർന്നോ നുറുങ്ങിയോ ദൈവസന്നിധിയിൽ വീഴുന്നതിനോ അവൻ്റെ കാൽപാദത്തിങ്കൽ മരിച്ചവനെ പോലെ വീണ് നിലവിളിക്കുന്നതിനോ ഒന്നും തയ്യാറാകുന്നില്ല. അവരെല്ലാവരും വളരെ ധീരതയോടെ, അഹന്തയോടെ തല ഉയർത്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇതെല്ലാം ഞങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അവൻ്റെ കാൽപാദത്തിങ്കൽ വീഴേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പെട്ടെന്ന് വെയിൽസിലെ ഉണർവിന് നടുനായകത്വം വഹിച്ച ഇവാൻ റോബർട്ട്സിനെ കുറിച്ച് ഓർത്തുപോയി. അദ്ദേഹം വർഷങ്ങളോളം പ്രാർത്ഥിച്ച ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയായിരുന്നു: ബെൻ മീ, ബെൻ മീ, ബെൻ മീ ലോർഡ്. കർത്താവെ, എന്നെ ഒന്ന് കുനിയിക്കണമേ. കർത്താവെ, എന്നെ ഒന്ന് താഴ്ത്തണമേ. കർത്താവെ, നിന്റെ കാൽപാദത്തിൽ വീണ് കിടക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. അദ്ദേഹം അങ്ങനെ നിരന്തരം നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഒരു വലിയ ഉണർവ് വെയിൽസിൽ ഉണ്ടായത്. ഈ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടാണ് ദൈവം വെയിൽസിൽ ഒരു ഉണർവ് അയച്ചത്. അതെന്താണെന്നുള്ളത് നിങ്ങൾ വായിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇടയിലും നമ്മുടെ സഭകളിലും നമ്മുടെ ദേശത്തും ഒക്കെ ഒരു വലിയ ഉണർവ് വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ നാം വിനയപ്പെട്ട് അവൻ്റെ കാൽപാദത്തിങ്കൽ വീണ് അവൻ്റെ കൃപയോട് നാം അപേക്ഷിക്കേണ്ടതാണ്. ഈ വചന കേൾവിയും വെളിപ്പാട് പുസ്തക പഠനവും നമ്മെ അതിനായിട്ട് പ്രേരിപ്പിക്കട്ടെ, നമ്മുടെ ഉള്ളിൽ വിനയമുണ്ടാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുവചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ കർത്താവ് നൂർക്കത്തോടെ വീഴുവാൻ, ഹൃദയം നുറുങ്ങിയവർക്ക് നീ സമീപസ്ഥനെന്നറിഞ്ഞ് നിന്റെ കാൽപാദത്തിൽ നമിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ, ദൈവസഭകളെ ഉണർത്തണമേ, ദേശത്തെ ഉണർത്തണമേ. നിന്നെക്കുറിച്ചുള്ള യഥാർത്ഥ ദർശനം എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിൽ അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.